കശ്മീരിൽ 26 നിരപരാധികളുടെ ജീവൻ അപഹരിച്ച അതിദാരുണമായ പഹൽഗാം ഭീകരാക്രമണം. ഇത് രാഷ്ട്രസുരക്ഷ, സൈബർ സുരക്ഷ, ഇന്ത്യയുടെ ആഭ്യന്തരമായി നമുക്കുള്ള ദുർബലതകൾ എന്നിവയെക്കുറിച്ചുള്ള അടിയന്തര ചർച്ചകൾക്ക് കൂടി തുടക്കമിട്ടു. അതേസമയം പാകിസ്ഥാനെ ചൈന തന്ത്രപരമായി ആയുധമാക്കുന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആശങ്കകളും ചാരവൃത്തിയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ഭയവും നിർണായകമായ ഒരു ഭരണ പരിഷ്കരണത്തിന് കാരണമാക്കി. ചൈന കുത്തകയാക്കി വെച്ചിരിക്കുന്ന CCTV മാർക്കറ്റുണ്ടെന്നും അതിലൂടെ വരാൻ സാധ്യതയുള്ള സുരക്ഷാ ത്രെട്ടുകളും മുന്നിൽ കണ്ട് ഇന്ത്യ CCTV നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. CCTV നിർമ്മാതാക്കൾക്കുള്ളതാണിത്. 2025 ഏപ്രിൽ 9 ശേഷം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതോ ഇറക്കുമതി ചെയ്യപ്പെട്ടതോ ആയ CCTVകൾ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബുകളിൽ ഹാർഡ്വെയർ ഇൻസ്പെക്ഷൻ, ഫേംവെയർ ടെസ്റ്റിംഗ്, സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ളവ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇന്ത്യക്കുള്ളിലോ പുറത്തുള്ളതോ ആയ കമ്പനികളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ അവ ഓഡിറ്റിങ്ങിനും വിധേയമാകാനുള്ള സാധ്യതകളുമുണ്ട്. നമ്മളെ നിരീക്ഷിക്കുന്ന CCTVകളെ ആരാണ് നിരീക്ഷിക്കുന്നത്? നമ്മുടെ വീടുകളിൽ, നിരത്തുകളിൽ, ഓഫീസുകളിലുള്ള CCTVകളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? പ്രത്യേകിച്ച് ഇന്ത്യൻ അതിർത്തികളിൽ നമ്മുടെ അയൽരാജ്യങ്ങൾ മുഴുവൻ നമ്മളുടെ ശത്രുക്കളാകുമ്പോൾ. ഒരു ദശാബ്ദത്തിലേറെയായി അതിർത്തി കടന്നുള്ള ഭീകരത, സൈബർ ചാരവൃത്തി, ഡിജിറ്റൽ ഹൈജാക്കിംഗ് എന്നിവയുടെ ഭീഷണികളുമായി ഇന്ത്യ പോരാടുകയാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരവും സാമ്പത്തികവും സൈനികവുമായ പങ്കാളിത്തം ഇന്ത്യ അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. സമീപ വർഷങ്ങളിൽ പാകിസ്ഥാനിലേക്കുള്ള ചൈനീസ് ആയുധ വിൽപ്പനയിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പലപ്പോഴും വിന്യസിച്ചിരിക്കുന്ന ഡ്രോണുകൾ മുതൽ മിസൈൽ സംവിധാനങ്ങൾ വരെ ചൈന പാകിസ്ഥാന് കൊടുത്തവയാണ്. അതേസമയം ചൈനീസ് സാങ്കേതിക സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് CCTV പോലെയുള്ള സർവേലൻസ് ഡൊമൈൻ ഇന്ത്യയുടെ പൊതു സ്വകാര്യ ഇടങ്ങളിലേക്ക് ഗണ്യമായ കടന്നുകയറ്റം നേടിയെടുത്തിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ സുരക്ഷാ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ നഗരങ്ങളിലും ഓഫീസുകളിലും റെസിഡൻഷ്യൽ കോംപ്ലക്സിലും ദശലക്ഷക്കണക്കിന് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ന്യൂഡൽഹിയിൽ മാത്രം 2.5 ലക്ഷത്തിലധികം ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ദ്രുതഗതിയിലുള്ള വളർച്ച ഇന്ത്യയുടെ നിരീക്ഷണ ക്യാമറ വിപണിയെ 2030 ആകുമ്പോഴേക്കും $7 ബില്യൺ ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ ഹിക്വിഷൻ, ദഹുവ കമ്പനികളാണ് വിപണിയുടെ 30% കൈപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ കമ്പനി CP Plusന് 42%. CCTVയുടെ പാർട്സ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ 80%വും ചൈനയിൽ നിന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ CCTVകളുടെ സുരക്ഷ അടിയന്തരമായി ഉറപ്പാക്കേണ്ടത് ഇന്ത്യൻ സർക്കാരിന്റെ ബാധ്യതയാണ്. അതായത് ഹിക്വിഷൻ, ദഹുവ തുടങ്ങിയ ചൈനീസ് കമ്പനികളാണ് അവർ നിർമ്മിച്ച CCTV ക്യാമറകൾ പോലെയുള്ള ഉപകരണങ്ങൾ ഡിജിറ്റൽ ട്രോജൻ കുതിരകളായി പ്രവർത്തിക്കുമെന്ന് ഇന്ത്യ ഭയപ്പെടുന്നു. ഈ സെൻസിറ്റീവ് സാഹചര്യത്തിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിൽക്കുക മാത്രമല്ല, അത് സുരക്ഷിതമായിരിക്കേണ്ടതുണ്ട്. ഇതിനായി ഇന്ത്യ പുതിയ CCTV നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം 2025 ഏപ്രിൽ 9 മുതൽ നിരീക്ഷണ ഉപകരണ നിയന്ത്രണങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്: എല്ലാ നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ച ക്യാമറകളുടെയും നിർബന്ധിത സുരക്ഷാ പരിശോധന. വിദേശത്തുള്ളവയോ ഇന്ത്യൻ നിർമ്മിതമോ ആവട്ടെ, എല്ലാ CCTV ക്യാമറകളും സർക്കാർ അംഗീകൃത ലാബുകളിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സോഴ്സ് കോഡ് എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിർത്തികൾ, വിമാനത്താവളങ്ങൾ, സൈനിക താവളങ്ങൾ, നഗര പൊതു ഇടങ്ങൾ തുടങ്ങിയ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഉപകരണങ്ങളിൽ പ്രത്യേകിച്ച് ബാക്ക്ഡോറുകൾ, മാൽവെയർ, ഹിഡൻ റിമോട്ട് ആക്സസ് മെക്കാനിസങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നത് ഈ നീക്കം ഉറപ്പാക്കും. ചൈനീസ് സ്ഥാപനങ്ങൾ സൂക്ഷ്മ പരിശോധനയിലാണ്. ഇന്ത്യയുടെ CCTV വിപണിയുടെ 30%-ലധികം നിയന്ത്രിച്ചിരുന്ന ഹിക്വിഷൻ, ദഹുവ തുടങ്ങിയ ചൈനീസ് വംശജരായ കമ്പനികളെ നിയമങ്ങൾ പരോക്ഷമായി ലക്ഷ്യമിടുന്നുണ്ട്. ദേശീയ സുരക്ഷാ ആശങ്കകൾ കാരണം ചൈനീസ് നിരീക്ഷണ സ്ഥാപനങ്ങളെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്ത USA, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ സ്വീകരിച്ച നടപടികളെ ഇന്ത്യയും ഒരർത്ഥത്തിൽ പിന്തുടരുകയാണ്. ഇതിലേറ്റവും നിർണായകമായ കാര്യം 2025 മെയ് അവസാനം വരെ വളരെ കുറച്ച് ക്യാമറ മോഡലുകൾ മാത്രമേ സർട്ടിഫിക്കേഷൻ പ്രക്രിയയിൽ വിജയിച്ചിട്ടുള്ളൂ എന്നതാണ്. ന്യൂഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലെ റീറ്റെയിലർമാരും ഇന്റഗ്രേറ്റർമാരും വിൽപ്പനയിൽ 50% ഇടിവ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് മാർക്കറ്റ് കീഴടക്കാനുള്ള സാധ്യതകളാണ് വർദ്ധിപ്പിക്കുന്നത്. CP Plus, സ്പാർഷ് CCTV തുടങ്ങിയ ആഭ്യന്തര ബ്രാൻഡുകൾ ഈ മത്സര രംഗത്ത് സജീവമാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പൂർണ്ണമായ IoT സിസ്റ്റം സർട്ടിഫിക്കേഷൻ ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായി സ്പാർഷ് CCTV അടുത്തിടെ മാറി. ഒരു ഉപകരണം സുരക്ഷിതവും വിശ്വസനീയവുമാണെന്നും ആവശ്യമായ സാങ്കേതിക നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷനാണിത്. മറ്റൊന്ന്, പുതുക്കിയ നിയമപ്രകാരം ഉപകരണങ്ങൾക്ക് നെറ്റ്വർക്ക് എൻക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. ആക്സസ് നിയന്ത്രണങ്ങൾ വേണം. ഫിസിക്കൽ ടാമ്പർ പരിരക്ഷയും പരിശോധനയും നിർബന്ധമാണ്.
ചൈനയുടെ ഡിജിറ്റൽ ചാരവൃത്തി കുറയ്ക്കാൻ CCTV ക്യാമറകൾ കുറ്റകൃത്യങ്ങൾ തടയുന്നുള്ള ഉപകരണങ്ങൾ മാത്രമല്ല, അവ ഡേറ്റ നോഡുകൾ കൂടിയാണ്. വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്കുള്ള തത്സമയ ഓഡിയോ വിഷ്വൽ ഫീഡുകളായി സുരക്ഷിതത്വമല്ലാത്ത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും. PLAയുമായി ബന്ധമുള്ള ചൈനീസ് സ്ഥാപനങ്ങൾ, സൈനിക നീക്കങ്ങൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മാപ്പ് ചെയ്യുന്നതിന് നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ വരുന്നത്. ഇവിടെ ചൈന പാകിസ്ഥാൻ നെക്സസ് ഉണ്ട്. അതൊരു ഭീഷണിയാണ്. പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത ഡ്രോണുകളും റഡാർ സംവിധാനങ്ങളും വിന്യസിക്കുന്നതോടെ ഇന്ത്യൻ CCTVകളിൽ നിന്നുള്ള നിരീക്ഷണ ഡാറ്റ ചോർത്താനും അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സാഹചര്യം വിദൂരമല്ല. പഹൽഗാമിന് ശേഷമുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ലൂപ്പ് ഹോൾസ് എങ്ങനെ ഉണ്ടാകും, ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്നതിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യൻ ടെക് നിർമ്മാതാക്കൾക്ക് ആഭ്യന്തര വിപണി അളക്കാനും നവീകരിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും അതിലിടം സൃഷ്ടിക്കുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് ദൗത്യത്തെ ശക്തിപ്പെടുത്താനും ഈ നീക്കം സഹായിക്കുന്നു. സ്റ്റാൻഡർഡൈസേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഡയറക്ടറേറ്റ് പോലുള്ള സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യ തദ്ദേശീയവും സുരക്ഷിതവുമായ നിരീക്ഷണ ആവാസ വ്യവസ്ഥയ്ക്ക് അടിത്തറയിടുകയാണ്. നിയന്ത്രണത്തിന് പിന്നിലെ ഉദ്ദേശം വ്യാപകമായി പിന്തുണയ്ക്കപ്പെടുന്നുണ്ടെങ്കിലും നടപ്പാക്കുന്നതിൽ പരിമിതികളുണ്ട്. മന്ദഗതിയിലുള്ള സർട്ടിഫിക്കേഷൻ പ്രക്രിയ ബിസിനസ്സുകളെ ബാധിക്കുകയും നിർണായകമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ ദേശീയ സുരക്ഷാ ആശങ്കകൾ കാരണം USA, UK, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചൈനീസ് നിരീക്ഷണ സ്ഥാപനങ്ങളെ അവരുടെ സർക്കാർ സൈറ്റുകളിൽ നിന്നും സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ നിന്നും നിയന്ത്രിക്കാനോ നിരോധിക്കാനോ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹിക്യുഷൻ, ദഹുവ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉപകരണങ്ങളുടെ വിൽപ്പനയും ഇറക്കുമതിയും USA നിരോധിച്ചിട്ടുണ്ട്. UKയും ഓസ്ട്രേലിയയും സർക്കാർ സ്ഥലങ്ങളിൽ നിന്നും ചൈനീസ് നിർമ്മിത നിരീക്ഷണ ക്യാമറകൾ നീക്കം ചെയ്യുകയോ അവ പൂർണ്ണമായും ബാൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. USA ഹിക്യുഷനിൽ നിന്നും ദഹുവയിൽ നിന്നുള്ള ഉപകരണങ്ങളെ വിൽപ്പനയും ഇറക്കുമതിയും നിരോധിച്ചു. ദേശീയ സുരക്ഷയ്ക്ക് അപകട സാധ്യത നിരോധനത്തിന് കാരണമായി അവർ പറയുന്നു. UKയിൽ സർക്കാർ വകുപ്പുകൾക്കുള്ളിലെ സെൻസിറ്റീവ് സൈറ്റുകളിൽ നിന്നും ചൈനീസ് നിരീക്ഷണ ക്യാമറകൾ നിരോധിച്ചു. വിതരണ ശൃംഖലകളിലെ സൈബർ സുരക്ഷാ അപകട സാധ്യതകൾ വിലയിരുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശം ദേശീയ സൈബർ സുരക്ഷാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പ്രതിരോധ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സൈറ്റുകളിൽ നിന്നും ചൈനീസ് നിർമ്മിത നിരീക്ഷണ ക്യാമറകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ചൈന കൂട്ടുകെട്ട് നമുക്കറിയാം. ഇത് നമുക്ക് അറിയില്ലാത്ത കാര്യവുമായിരുന്നില്ല. എങ്കിലും പഹൽഗാം ആക്രമണത്തോടെ പാകിസ്ഥാൻ ചൈന അച്ചുതണ്ട് മറനീക്കി പുറത്തു വന്നു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയ്ക്ക് സുപ്രധാനമായ ഒന്നാണ് ഡിജിറ്റൽ സുരക്ഷ. ചാരവൃത്തി തടയുക എന്നാൽ വ്യക്തികളെ അല്ലെങ്കിൽ സംഘടനകളെ, തീവ്രവാദികളെ തടയുക എന്നത് മാത്രമല്ലെന്നും അതിന് CCTV വരെ എത്തി നിൽക്കുന്ന ഡയമെൻഷൻ ഉണ്ടെന്നും നാം തിരിച്ചറിയുകയാണ്. പഹൽഗാം ആ തിരിച്ചറിവിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു.